തീരാറായി. ഇതുവരെ ട്രിപ്പൊന്നും പോയില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇതുവരെ പോവാത്ത അങ്ങ് ദൂരെയുള്ള ഇടത്തോട്ട് ഒരു പകല് മാത്രമുള്ള ഒരു മിന്നൽ യാത്ര നടത്തിയാലോ. ടിക്കറ്റ് ബുക്ക് ചെയ്ത പോകുന്നതിൽ പെരും മഴയാണ്. രണ്ടും കൽപ്പിച്ച് രാവിലെ 6:30 ആയപ്പോ നേരെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലോട്ട് വിട്ടു. 7:30 വന്ദേ ഭാരത് എത്തി. ഞങ്ങൾ പുറപ്പെട്ടു. എറണാകുളം, തൃശൂർ, ഷൊർണൂർ വഴി 11 മണിക്ക് വണ്ടി കോഴിക്കോടെത്തി. ഓട്ടോറിക്ഷയിൽ ടൗണിൽ ചെറുതായി ഒന്ന് കറങ്ങി. പിന്നെ ജാഫർ ഖാൻ കോളനി റോഡിലെ റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റോറിയത്തിലേക്ക് വിട്ടു. ഗേറ്റിനടുത്തുനിന്ന് 70 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ എല്ലായിടത്തും എൻട്രിയാണ്. അകത്ത് മാത്രമല്ല, പരിസരത്തും ഉണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ്. ഫൺ സയൻസ് ഗാലറിയിലാണ് തുടങ്ങിയത്. ഇവിടെ കണ്ടും കേട്ടും കളിച്ചും രസിച്ചും മുന്നോട്ട് പോകാം. സമയം പോകുന്നത് അറിയില്ല. ഒപ്പം ഫിസിക്സിലെ ബേസിക് സംഗതികളൊക്കെ അറിയുകയും ചെയ്യാം. കൃത്യം 1 മണിക്ക് 3D തിയേറ്ററിൽ സ്റ്റീരിയോസ്കോപ്പിക് 3D സിനിമ പ്രദർശനത്തിന് കയറി. ഫ്ലൈ മീ ടു ദി മൂൺ എന്ന സിനിമയുടെ ഒരു ഭാഗമാണ് ഇവിടെ കാണിക്കുന്നത്. 1969 നീൽ ആംസ്ട്രോങ്ങും സംഘവും ചന്ദ്രനിൽ ഇറങ്ങിയതുമായി ബന്ധപ്പെടുത്തി ഒരുക്കിയ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ 3 ഈച്ചകളാണ്. മിറർ മാജിക് ഹാൾ പേര് പോലെ തന്നെ കണ്ണാടികൾ ഒരുക്കുന്ന മാന്ത്രിക ലോകമാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത തരം കണ്ണാടികളും കണ്ണാടികൾ കൊണ്ടുള്ള ടെക്നിക്കുകളും ഉണ്ട് ഇവിടെ. കണ്ണാടി വിദ്യയിൽ നിർമ്മിച്ച നോക്കത്താത്ത ആഴത്തിലുള്ള കിണർ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് മഞ്ഞുമൽ ബോയ്സിനെയാണ്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നീട്ടിയൊരു വിളി വിളിച്ചു. ഹാൾ ഓഫ് ആസ്ട്രോണമിയിൽ സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും എല്ലാം ഉൾപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളാണുള്ളത്. ഇവിടെയും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന മോഡലുകളാണ് ഏറെയും. ബഹിരാകാശ യാത്രികനായി ഫോട്ടോ എടുക്കാനും പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട പല സിദ്ധാന്തങ്ങളെ കുറിച്ച് അറിയുവാനും കഴിയും. ഹാൾ ഓഫ് ഓഷ്യനിൽ കടലാണ് താരം. വെറുതെ ഒരു ബട്ടൺ അമർത്തിയാൽ ഭൂകമ്പത്തെ തുടർന്ന് സുനാമി ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് കണ്ടറിയാം. എല്ലാം കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ എയറിലിരുന്ന് ഫോട്ടോ എടുക്കുന്ന കസേരയും പരീക്ഷിച്ചു. മണി 2 3 മണിക്ക് പ്ലാനറ്റോറിയത്തിൽ ഫുൾ ഡോം പ്രൊജക്ഷൻ ഷോ ഉണ്ട്. പക്ഷെ നമുക്കിനി കോഴിക്കോട് ടൗണിൽ 2.5 മണിക്കൂറേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ആ കാഴ്ച ഉപേക്ഷിച്ച് ഒരു ഓട്ടോ പിടിച്ച് നേരെ പാഞ്ഞു സ്റ്റേഡിയം ജംഗ്ഷനിലേക്ക്. ലക്ഷ്യം കിടിലൻ ബിരിയാണിയാണ്. റഹ്മത്ത് റെസ്റ്റോറന്റിലെ തിരക്കിൽ ക്യൂ നിന്ന് വേണം സീറ്റ് പിടിക്കാൻ. ഭാഗ്യത്തിന് അധികം വെയിറ്റ് ചെയ്യാതെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ബിരിയാണി തിരക്ക് പിടിച്ച് കഴിക്കേണ്ടി വന്നു. ഒരു സുലൈമാനി കിട്ടിയാൽ കൊള്ളായിരുന്നു, പക്ഷെ സമയമില്ലല്ലോ. അടുത്ത സീൻ കോഴിക്കോടിന്റെ സ്വന്തം മിഠായി തെരുവാണ്. ഇവിടുത്തെ ഹൽവ ഇല്ലാതെ എന്ത് ആഘോഷം. ഒരു കടയിൽ കയറി മുന്തിരിങ്ങ മുതൽ കാന്താരി വരെയുള്ള ഐറ്റങ്ങൾ പല കളറിലുള്ള ഹൽവയായി അവിടെ അങ്ങനെ ഇരിക്കുവാണ്. മുന്തിരി ഹൽവയും അത്തിപ്പഴ ഹൽവയും പിന്നെ എല്ലാത്തിന്റെ പീസുകളും ഉള്ള ഒരു ബോക്സും വാങ്ങി. മിഠായി തെരുവിലൂടെ കുറച്ചു നേരം കൂടി നടന്നു. 3:45 അടുത്ത ഓട്ടോ പിടിച്ച റെയിൽവേ സ്റ്റേഷനിലേക്ക്. കൃത്യം 4:30 ആയപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള വന്ദേ ഭാരത് വന്നു. കയർ നേരെ കോട്ടയത്തിന് വിട്ടു. രാത്രി 8 മണിക്ക് വണ്ടി കോട്ടയം സ്റ്റേഷനിലെത്തി. ഞങ്ങൾ അവിടെ ഇറങ്ങി. കോഴിക്കോട്ടുനിന്ന് വാങ്ങിയ ഹൽവ വന്ദേ ഭാരതിൽ തിരുവനന്തപുരത്തിന് പോയി. ബാഗിൽ വെച്ച് ഷേപ്പ് ഒന്നും മാറണ്ടല്ലോ എന്ന് വിചാരിച്ച് കടയിൽ നിന്നും കിട്ടിയ കവറിൽ തന്നെ ട്രെയിനിൽ വെച്ചു. ഇറങ്ങിയപ്പോൾ ബാഗ് എടുത്തു. ഹൽവയുടെ കാര്യം ഓർത്തില്ല. വണ്ടി വിട്ട് കഴിയുമ്പോ ഓർത്തിട്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ എന്ന് ചോദിച്ചാ ഇനി ശ്രദ്ധിക്കാന്നേ പറയാൻ പറ്റുള്ളൂ. ഈ ക്ലൈമാക്സ് വിളിച്ചാൽ ഞങ്ങളുടെ മിന്നൽ യാത്ര പൊളിയായിരുന്നു. ഇതിന് വലിയ തയ്യാറെടുപ്പൊന്നും വേണ്ട. രാവിലത്തെയും വൈകിട്ടത്തെയും ഭക്ഷണം ട്രെയിനിൽ നിന്ന് തന്നെ കിട്ടും. പ്ലാനറ്റോറിയം കുട്ടികൾക്കും മുതിർന്നവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഒരു കാര്യം, അലുവ മേടിക്കുന്നുണ്ടെങ്കിൽ ബാഗിൽ തന്നെ വെച്ചേക്കണം.